ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവ് പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുമെന്ന് അറിയിച്ചതുവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വലിയ നോയമ്പിലൂടെ കടന്ന് വരികയും 40 ദിവസത്തെ നോമ്പ് കംപ്ലീറ്റ് ചെയ്ത് 40-ാം വെള്ളിയാഴ്ച വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് കുർബാന അനുഭവിച്ച് നാം അനുഗ്രഹം പ്രാപിക്കുകയും അതിൻ്റെ പിറ്റേ ദിവസമായ ശനിയാഴ്ച ലാസറിൻ്റെ ശനിയാഴ്ച ആ വലിയ ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മൾ കാണുകയും മരിച്ച് 4 ദിവസം കഴിഞ്ഞ് ആ ലാസറിനെ ജീവിപ്പിക്കുന്നതായി നാം കണ്ടു. ഞായറാഴ്ച ഓശാന ഞായറാഴ്ച ആ ബേഥാനിയയിൽ നിന്നും യെരുശലേമിലേക്ക് ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരം ഉള്ള ആ സ്ഥലത്ത് ആ ദൂരം കഴുതയുടെ പുറത്ത് യാത്ര ചെയ്ത് തൻ്റെ താഴായ്മ കാണിച്ചു കൊണ്ട് യെരുശലേമിലെത്തുകയും തൻ്റെ ഒരു രാജാവിൻ്റെ അധികാരം എന്താണെന്നും അവൻ്റെ ആ ശ്രേഷ്ഠത എന്താണെന്നും യെരുശലേം ദേവാലയത്തിൽ വന്ന് ഇതിനുശേഷം കാണിക്കുന്നതായും നമ്മൾ കണ്ടു. കുഴിമറ്റം പള്ളിയിലെ വാദേ ദെൽമീനോ ശുശ്രൂഷയിലൂടെ അവിടെ സംബന്ധിച്ച ഏവരും അനുഗ്രഹം പ്രാപിച്ചു. വാദേ ദെൽമിനോ എന്ന് പറയുന്നത് ഒരു സിറിയൻ പദമാണ്. തുറമുഖത്തേക്കുള്ള പ്രവേശനം അഥവാ നോമ്പിലൂടെ സ്വർഗമാകുന്ന തുറമുഖത്തിലേക്ക് നാം അടുക്കുന്നു എന്നാണ് ഇതിൻ്റെ മീനിങ്. അതായത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ നാം ഓരോരുത്തരും പങ്കാളികളാകുക എന്നുള്ളതാണ്. അതിനായിട്ട് നാം തയ്യാറായി കഴിഞ്ഞു. ഇനിയും പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും നാം മുമ്പോട്ട് നീങ്ങേണ്ടതായ ദിവസങ്ങളാണ്. നാം ഇന്നേവരെ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, ഇനി നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ആണ് ഇനി നാം ചിന്തിക്കേണ്ടത്. അതിനായിട്ട് ഈ കഷ്ടാനുഭവ ദിവസങ്ങൾ നമുക്ക് അനുഗ്രഹപ്രദമാകണമെന്നുണ്ടെങ്കിൽ നാം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതായ ആ ഭാഗം നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള ഭാഗങ്ങളിൽ ഇപ്രകാരം പറയുന്നു. അതിൽ പറയുന്നതായ കാര്യങ്ങൾ നാം ശ്രദ്ധിച്ച് കേൾക്കുന്നുവെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നാമത്തേത് പറയുന്നത് ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് എന്നാണ്. രണ്ടാമത്തേത് എല്ലായ്പ്പോഴും എല്ലാവർക്കും വേണ്ടി നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ എന്നാണ് പറയുന്നത്. മൂന്നാമത്തേത് എപ്പോഴും സന്തോഷിപ്പീൻ എന്നാണ് പറയുന്നത്. നാലാമത്തേത് ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്നാണ്. അഞ്ചാമത്തേത് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ എന്നാണ്. എങ്ങനെയാണ് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇതേവരെ ലഭിച്ചതായ കൃപാവരങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതോടൊപ്പം നിങ്ങളെ ആരെങ്കിലും സഹായിച്ചുവെങ്കിൽ അവർക്കും നന്ദി അറിയിക്കുക. അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം പൗലോസ് ശ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. അതായത് ഇതാണ് ദൈവേഷ്ടം എന്നാണ്. ഈ 5 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നാം ഒരു വരിക്കുന്നുവെങ്കിൽ 19 മുതൽ 22 വരെയുള്ള ഭാഗം നാം നോക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് നാം നമ്മുടെ ആത്മാവിനെ കെടുക്കയില്ല. കാരണം മുകളിൽ പറഞ്ഞതായ 5 കാര്യങ്ങൾ നാം ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ആത്മാവിനെ നമ്മൾ കെടുക്കയില്ല. എങ്ങനെ? നല്ല പ്രവൃത്തി ചെയ്യുന്ന ആൾ തൻ്റെ ആത്മാവിനെ നശിപ്പിക്കുകയില്ല. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്. അതിന് കാരണം മനസമാധാനം ആൾക്കാരുടെ കെട്ടുപോകുന്നു. അവർക്ക് പ്രാർത്ഥനയില്ലായ്മയുണ്ട്. അവർ കടം വാങ്ങിച്ചു കൂട്ടുന്നു. അതായത് അവനവൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കാതെ അയൽവക്കംകാർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി അതിന് പ്രകാരം ജീവിക്കുവാൻ ശ്രമിക്കുന്നു. ജോലി ഇല്ലായ്മ, അതായത് നല്ല ജോലി ഇല്ലായ്മ മൂലം അവർ ദുഃഖിതരാണ്. മക്കളുടെ വിവാഹം നടക്കുന്നില്ല, അതിനാൽ അവർ ദുഃഖിതരാണ്. അസൂയ, മറ്റുള്ളവരുടെ പ്രോഗ്രസ് കണ്ടിട്ട് അവർക്ക് അസൂയ ഉണ്ടാകുന്നു. മാരകമായ അസുഖം കാരണം അവർ ദുഃഖിക്കുന്നു. കുടുംബ വഴക്ക് കാരണം വീട്ടിലെ സന്തോഷവും സമാധാനവും കെട്ടുപോകുന്നു. പരസ്പര വിശ്വാസമില്ലായ്മ വീടിനെ ശിഥിലമാക്കുന്നു. ഇതൊക്കെയും നോക്കുമ്പോൾ നാം സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ
പ്രാർത്ഥനയില്ലാത്ത വീടായതുകൊണ്ട് വചനം ആ, വായിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ഇപ്രകാരം പറയുന്നത്, വചനത്തെ തുച്ഛീകരിക്കരുത് എന്ന്. വചനത്തെ തുച്ഛീകരിക്കുന്ന ഭവനങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും സംഭവിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വിശ്വാസമുള്ളവർ വചനത്തെ ഒരിക്കലും തുച്ഛീകരിക്കുകയില്ല. അടുത്തത്, സകലതും ശോധന ചെയ്ത് നല്ലതിനെ മുറുകെ പിടിക്കുവാൻ നോക്കുക. ഒരു നല്ല വിശ്വാസിയായ വ്യക്തിക്ക് മാത്രമേ നല്ലതിനെ ശോധന ചെയ്ത് എല്ലാറ്റിനെയും ശോധന ചെയ്ത് നല്ലതിനെ മുറുകെ പിടിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആയതിനാൽ നാം ആ വചനങ്ങളിലൂടെ എല്ലാ ദിവസവും നാം അത് വായിക്കുകയും അത് മനസ്സിൽ ഗ്രഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സകല വിദ്വേഷവും നമുക്ക് വിട്ടകന്ന് ദൈവത്തിലേക്ക് അടുക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് മാത്രമേ വിദ്വേഷം ഉണ്ടാകാതിരിക്കത്തുള്ളൂ. ഉത്തരവാദിത്വം ഉള്ളവർക്ക് മാത്രമേ വിദ്വേഷം ഉണ്ടാകാതിരിക്കത്തുള്ളൂ. തൻ്റെ കർത്തവ്യം എന്തെന്ന് അറിയാത്തവർക്ക് വിദ്വേഷമുണ്ടാകും. തൻ്റെ കർത്തവ്യം ചെയ്യുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ ക്രൂശിൽ വെച്ച് നടത്തിയതായ ആ 7 മൊഴികൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. അവൻ്റെ കർത്തവ്യങ്ങൾ അവൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തൻ്റെ ആത്മാവിനെ പിതാവിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതായ ആ ഭാഗം നമ്മൾ ഓർക്കുന്നുവെങ്കിൽ, ഈ ലോകത്തിൽ നിന്നും നാം കടന്നു പോകുന്നതിന് മുമ്പ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു അതൊക്കെയും നമ്മൾ പ്രവർത്തിക്കുകയും അതിൻ പ്രകാരം നമ്മുടെ കർത്തവ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു മകനായി മകളായി ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ബാക്കിയുള്ള നമ്മുടെ ജീവിതം സന്തോഷപ്രദമായി മാതൃകാപരമായി ജീവിച്ച് നമുക്ക് ഈ ലോകത്തിൽ നിന്നും നിത്യതയിലേക്ക് കടന്നു പോകുവാൻ സാധിക്കും. അവിടെ നമുക്ക് ന്യായവിധി ഉണ്ടാകുകയില്ല. നമ്മുടെ ജീവിതം നല്ലതാണ് എങ്കിൽ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ഈ ദൈവകർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൽ നമ്മൾ പങ്കുചേരാം. നന്ദി, നമസ്കാരം.